ഹായ് ഫ്രണ്ട്സ്, സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പരിപ്പ് കറി. പരിപ്പും പപ്പടവും ഭയങ്കര കോമ്പിനേഷനാണ്. എല്ലാ കൊച്ചുകുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് പരിപ്പും പപ്പടവും അല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു ബൗൾ പയറിട്ട് കൊടുത്തേ. പയർ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം സിമ്മിലാക്കി വേണം പയർ വറുത്തെടുക്കാൻ. ഇപ്പം പയറൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനെ ഒരു പാത്രത്തിലോ മുറത്തിലോ ഇട്ട് നമുക്ക് പൊടിയെല്ലാം കളഞ്ഞിട്ട് പയറിൻ്റെ പരിപ്പ് മാത്രം വേർതിരിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പാകത്തിന് വെള്ളം വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇത്രയാണ് ഇതിന് വേണ്ടത്. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പയർ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്നും ഉടഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് തരിതരിപ്പോടെ ഒന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിനി ഇതിലേക്കൊരല്പം വെള്ളവും ചേർത്ത് ഒരു പാത്രത്തിലേക്കിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇതായിപ്പോൾ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ അടുപ്പത്ത് വെച്ച് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത്